റോഡ് തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. കുഴിയിൽപ്പെട്ട് വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാകുന്നു. ശക്തമായ മഴയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. നഗരത്തിൽ അപകട ഭീഷണിയായി നിൽക്കുന്നത് നിരവധി മരങ്ങൾ. ചവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. കടലാക്രമണം തടയാൻ പുലിമുട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മഴയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. വടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ഹാദിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയിൽ കുഴികൾ താണ്ടിയുള്ള യാത്രാ ദുരിതം തുടരുന്നു. മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്താണ് റോഡിൽ കൂടുതൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് കേച്ചേരി വരെയുള്ള റോഡിലെ കുഴി ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വഴിതിരിച്ചു വിട്ടിരുന്നു. വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി രാമനിലയത്തിലെത്തിയത്. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമായിട്ടും കുഴികൾ അടയ്ക്കാൻ യാതൊരു നടപടിയും ഇല്ലാതിരുന്നത്. കുഴികൾ താണ്ടിയാണ് ഞായറാഴ്ചയും ഇതുവഴിയുള്ള യാത്രക്കാർ കടന്നുപോയത്. കുഴിയിൽപ്പെട്ട് വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവാണ്. അതേസമയം തിങ്കളാഴ്ച മുതൽ കുഴികൾ അടച്ചു തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മുതുവറ മുതൽ അമലനഗർ വരെയുള്ള ഭാഗവും പുറ്റേക്കര മുതൽ കൈപ്പറമ്പ് വരെയും മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുക. 29 ലക്ഷം രൂപയാണ് പ്രവൃത്തികൾക്കായി അനുവദിച്ചിട്ടുള്ളത്. പ്രീ മൺസൂൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് AC മൊയ്തീൻ MLA നിയമസഭയിൽ കഴിഞ്ഞ ദിവസം സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ശക്തമായ മഴയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിൽ മരം വീണു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ദിവാൻജി മൂലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സംഭവം. റെയിൽവേ റിസർവേഷൻ കൌണ്ടറിന് സമീപത്തെ കൂറ്റൻ വേപ്പുമരമാണ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് കടപുഴകി വീണത്. RPFും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാട്ടൂരിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു. കാട്ടൂർ SNDP ക്ഷേത്രത്തിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് റോഡിലേക്ക് കടപുഴകി വീണത്. ആളപായമില്ല. വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി തൂൺ ഒടിയുകയും സമീപത്തെ കെട്ടിടത്തിലെ ട്രസ്സിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC സജീവ്, ഉദ്യോഗസ്ഥരായ TT പ്രദീപ്, KK രാധാകൃഷ്ണൻ, സുമേഷ്, വിനോ പോൾ, അഭിമന്യു, ജയൻ എന്നിവർ നേതൃത്വം നൽകി. മഴക്കാലമായതോടെ തൃശൂർ നഗരത്തിൽ മരം വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അപകടഭീതിയിൽ വാഹനയാത്രികർ. വേനൽക്കാലത്ത് യാത്രക്കാർക്ക് സമൃദ്ധമായി തണലേകുന്ന മരങ്ങളാണ് മഴക്കാലമായതോടെ അപകടഭീതി ഉയർത്തുന്നത്. മഴക്കാലത്തിന് മുന്നേ അപകടകരമായി നിന്നിരുന്ന മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിരുന്നെങ്കിലും ഇപ്പോഴും നിരവധി മരങ്ങൾ അപകടഭീതി പരത്തി നിൽക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ നഗരത്തിൽ 2 ഇടങ്ങളിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണ് അപകടം സംഭവിച്ചിരുന്നു. തൃശൂർ ബിനി ജംഗ്ഷന് സമീപം മരം വീണ് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സെന്റ് തോമസ് കോളേജ് റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം കൂറ്റൻ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കടപുഴകി വീണത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. നിറയെ യാത്രക്കാരുമായി പോയ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് മരം വീണത് എന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സമാന രീതിയിലാണ് റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർക്ക് അപകടം സംഭവിക്കാതിരുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തൻ സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോറിക്ഷ പേട്ടയിലുള്ള ആൽമരത്തിന്റെ ചെറിയ ശിഖരം ഒടിഞ്ഞു വീണെങ്കിലും ആർക്കും പരിക്കേൽക്കാതിരുന്നത് ആശ്വാസമായി. മുനിസിപ്പൽ റോഡിൽ കമ്മീഷണർ ഓഫീസിന് ഇരുവശങ്ങളിലും സ്വരാജ് റൗണ്ടിലും രാമനിലയത്തിന് മുന്നിലും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മുന്നിലുമുള്ള വലിയ വാഗമരങ്ങളും സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാലമരവും അക്കാദമി കോമ്പൗണ്ടിലുള്ള മരങ്ങളും അപകടഭീതി ഉയർത്തുന്നുണ്ട്. സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന ഈ റോഡുകളിൽ മരം വീണ് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. TCV തൃശൂർ. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. മുൻപ് ടെലിഫോൺ ബൂത്തായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തോട് ചേർന്ന് ഹോട്ടലും ഭാഗികമായി തകർന്നു. അമ്പലത്തെ വീട്ടിൽ പരീതിന്റെ ബോംബെ എന്ന പേരിലുള്ള ഹോട്ടലാണ് തകർന്നത്. കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു. ഏകദേശം 20,000 രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. 2 തെങ്ങുകളും കടപുഴകി വീണിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കടൽക്ഷോഭം മൂലം ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നിരുന്നു.
ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ശക്തമായ കടലേറ്റത്തിൽ അഹമ്മദ് കുരിക്കൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് തകർച്ചയുടെ വക്കിലാണ്. പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പല പ്രദേശത്തും ശുദ്ധജലത്തിന് പകരം ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. ഫലവൃക്ഷാദികൾ ഉപ്പുവെള്ളം കയറി നശിക്കുന്ന അവസ്ഥയാണ്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കനോലി കനാലും തെക്ക് ചേറ്റുവ പുഴയുമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടപ്പുറം പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും കടലും പുഴയും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത്. കടലാക്രമണം തടയാൻ പുലിമുട്ടോടുകൂടെയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ഹോട്ടല് നിൽക്കുന്ന ഭാഗം കടലെടുത്ത് പോയിരിക്കുകയാണ്. അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടായിരുന്നു ഹോട്ടലിനോട് ബന്ധിച്ച്. അത് താഴോട്ട് വീണ് 2 തെങ്ങ് വീണിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 10 മീറ്റർ ദൂരമുള്ള റോഡും കടലുമായിട്ട് വളരെ അധികം പ്രയാസത്തിലാണ് ഈ പരിസരവാസികൾ ജീവിക്കുന്നത്. ഉപ്പുവെള്ളമാണ് ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ അഞ്ചങ്ങാടി വളവ് എന്ന് പറഞ്ഞ പ്രദേശം. ഈ ആവശ്യമുന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തീരദേശ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചങ്ങാടി വളവിൽ തീരദേശ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രക്ഷാധികാരി PK ബഷീർ, പ്രസിഡന്റ് CBA ഫത്താഹ്, ജനറൽ സെക്രട്ടറി AK ഷുഹൈബ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C മുസ്താഖലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പോലീസും സമരസമിതി നേതാക്കളും നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണ ദുരന്തങ്ങൾ ചൂണ്ടിക്കാട്ടി കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഭീമ ഹർജി സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. മാള വടമ സ്വദേശി വലിയകത്ത് 52 വയസ്സുള്ള ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിലിനെ മാള CI CK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. വഴക്കിനെ തുടർന്ന് ഹാദിൽ ശൈലജയെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹാദിൽ നേരത്തെ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് ഹാദിലിന്റെ ഇളയ സഹോദരൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് ചുമതലയേറ്റത്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനന്തവാടി MLA-ആയ OR കേളു K രാധാകൃഷ്ണന് പകരമായാണ് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകുന്നത്. കുറിച്യ സമുദായാംഗമായ OR കേളു CPM സംസ്ഥാന സമിതി അംഗമാണ്. തുടർച്ചയായി 10 വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2016-ലാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. വയനാട്ടിൽ നിന്നുള്ള CPM-ന്റെ ആദ്യ മന്ത്രിയാണ് കേളു. സൗകര്യവും പ്രതിജ്ഞ ചെയ്യുന്നു. OR കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യമൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ. മുതുവറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്ര ജീവനക്കാരൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വഴിപാട് കൗണ്ടർ റൂമിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയോളം മോഷണം പോയി. ക്ഷേത്രത്തിനുള്ളിലെ 3 ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തി. പേരാമംഗലം പോലീസും വിരലയാട വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI തൃശൂരിൽ പ്രകടനം നടത്തി. SFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് വിഷ്ണു, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
മാടമ്പിന്റെ കലാജീവിതവും സാഹിത്യവും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ മലയാളി വായനാ സമൂഹം വേണ്ടത്ര ശ്രദ്ധ കാണിച്ചിട്ടില്ലെന്ന് സാഹിത്യകാരൻ ഡോക്ടർ എസ് കെ വസന്തൻ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച അമൃതസ്യ പുത്ര മാടമ്പ് കുഞ്ഞുകുട്ടൻ കലാസാഹിത്യ ജീവിതത്തിലൂടെ തീർത്ഥയാത്ര എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോവലിസ്റ്റ് PR കേച്ചിയനും അധ്യക്ഷത വഹിച്ചു. മലയാറ്റൂർ ചെറുകഥാ ജേതാവ് ഉണ്ണികൃഷ്ണനെയും AP നമ്പൂതിരി സ്മാരക പുരസ്കാര ജേതാവ് അജിത് കുമാർ രാജയെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദിക്കാട്, വടക്കമ്പാട്ട് നാരായണൻ, വിജയൻ പുന്നത്തൂർ, മോഹൻദാസ് പാറപ്പുറത്ത്, MD രത്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പേരിൽ ചന്ദ്രാപിന്നിയിലുള്ള BEO ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നില്ല. BEOയെ കാണണമെങ്കിൽ എടത്തിരുത്തി പഞ്ചായത്തിൽ പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രാപിനി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസാണ് കഴിഞ്ഞ 1 വർഷമായി അടഞ്ഞുകിടക്കുന്നത് മൂലം പേരിനൊരു VEO ഓഫീസ് എന്ന നിലയിലായത്. ചന്ദ്രാപിനി, എടത്തിരുത്തി എന്നിങ്ങനെ 2 വില്ലേജുകളാണ് എടത്തിരുത്തി പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ ചന്ദ്രാപിനി വില്ലേജിലെ പൊതുജന സേവനങ്ങൾക്കായാണ് സ്കൂളിന് മുൻവശത്തായി വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം പണി തീർത്തത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 5 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ കെട്ടിടം നവീകരിച്ചിരുന്നു. തുടർന്ന് ഏതാനും നാൾ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു. വൈദ്യുതി ഇല്ലാത്തതിനാൽ പിന്നീട് വൈദ്യുതീകരണവും നടത്തി. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ VEO എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി VEO ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇടയ്ക്ക് വന്ന് ഓഫീസ് വൃത്തിയാക്കി പോകുന്നതല്ലാതെ സ്ഥിരമായി തുറക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത്രയും തുക ചിലവാക്കിയത് എന്തിനെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇത് വർക്ക് ചെയ്യുന്നൊരു കണ്ടീഷനില്ല. ഇപ്പോൾ കറണ്ട് ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ KSEBയുടെ ബില്ലടക്കം ഇവിടെ ഉണ്ട്. ഏത് ഈ ആഫീസിൻ്റെ മുന്നിൽ KSEBയുടെ ബില്ലാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതടക്കണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കാശ് അടയ്ക്കുന്നുണ്ട്. ഇത് അടഞ്ഞു എടുക്കുന്നത് ഇപ്പോൾ ചില വർഷം 2 വർഷത്തോളമായി അടഞ്ഞു തന്നെ എടുക്കുന്നത്. ഇവിടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം. പിന്നെ കറണ്ട് കിട്ടിയതിന് ശേഷം വേറൊന്നുമില്ല. ഓഫീസിൽ വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഡിജിറ്റൽ കാലഘട്ടമായതിനാൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററുമില്ല. ഓഫീസ് തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ന്യായീകരണങ്ങൾ നിരവധി. അതേസമയം ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി താൽക്കാലികമായ ഓഫീസ് സർവേവർമാർക്ക് നൽകിയിരിക്കുകയാണെന്നും അതിനുശേഷം VEO ഓഫീസായി തുടരുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഒഡീസി നാടോടി നൃത്തമായ ഗോട്ടിപ്പൂവ അരങ്ങേറി. കലാമണ്ഡലവും സാംസ്കാരിക സംഘടനയായ സ്പിക് മാക്കെ കേരളയുടെയും നേതൃത്വത്തിലാണ് ഗോട്ടിപ്പൂവ അരങ്ങിലെത്തിച്ചത്. സ്ത്രീ സൗന്ദര്യത്തെ വെല്ലുന്ന സൗന്ദര്യത്തോടെ ആൺകുട്ടികൾ പെൺവേഷം കെട്ടി മാത്രം കളിക്കുന്ന നൃത്തരൂപമാണിത്. നൃത്താധ്യാപകൻ വിജയ് സാഹുൻ, കോർഡിനേറ്റർ ഉണ്ണി വാര്യർ എന്നിവർ നേതൃത്വം നൽകി. കലാകാരന്മാരെ കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ മെമന്റോ നൽകി ആദരിച്ചു. മതിലകം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. മതിൽമൂല സ്വദേശി പുന്നച്ചാലിൽ വീട്ടിൽ ജിഷ്ണുവിനെയാണ് തൃശൂർ റേഞ്ച് DIG കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 8ഓളം കേസുകളിൽ പ്രതിയാണ് ജിഷ്ണു. പറക്കും ഗോളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില 75ന്റെ നിറവിൽ കേക്ക് മുറിച്ചും സൗഹൃദം പങ്കിട്ടും ലളിതമായിരുന്നു പിറന്നാൾ ആഘോഷം. കുതിച്ചുയരുന്ന പന്തിനെ വാനിലുയർന്നും മണ്ണിൽ വീണുകിടന്നും തടഞ്ഞു നിർത്തിയിരുന്ന ഇന്ത്യയുടെ മികച്ച ഗോൾ കീപ്പർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾ കീപ്പറായി തുടങ്ങിയ വിക്ടർ മഞ്ഞില പ്രീമിയർ ടയേഴ്സിലും കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിശീലകനായും സേവനം ചെയ്തു. നിരവധി പേരുടെ ഉദയവും വളർച്ചയും കണ്ട കാൽപന്ത് കളിയുടെ ദ്രോണാചാര്യന് 75ലും ഫുട്ബോൾ തന്നെയാണ് പ്രാണവായു. ഫുട്ബോൾ കളിച്ച് നമ്മൾ വിരാജിച്ച് നടന്നു, കളിക്കാരനായിട്ടും പരിശീലകനായിട്ട്. പിന്നെ വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാതെ വളരെ ഒരു അനുഗ്രഹീതനായിട്ട് ഇങ്ങനെ കഴിയുന്നൊരു കാലഘട്ടം കിട്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സന്തോഷത്തെ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രീമിയർ ടൈസിൽ കളിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ഒരു റെക്കോർഡ് ഓർമ്മയും കൂടിയായ CD ഫ്രാൻസിസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് 4 കൊല്ലം കൂടുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടുന്നില്ല. അതിലൊരാളാണ് ശ്രീ ഷാജി. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു വിഷമം മാത്രമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. കളിക്കളത്തിലെ തന്റെ മികച്ച പ്രകടനങ്ങളും ഗോൾ മുഖത്തെ സുന്ദരമായ സേവുകളും
വീഡിയോ രൂപത്തിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ആ സങ്കടം. ഒരു ഗോൾ കീപ്പറുടെ ആക്ഷൻ എന്ന് പറഞ്ഞാല് അന്ന് മൂവി ഇല്ല, വീഡിയോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 74 സന്തോഷ് ട്രോഫി ജലന്ധറിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ തന്നെ ആദ്യമായിരുന്നു TV ആ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ കളിക്കുന്ന കാലത്ത് കാണികൾക്ക് ആകെ എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നേരിട്ട് കളി കാണുന്നവരും, പിന്നെ അന്ന് ഇന്ന് TV കളി പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് കമന്ററി പറയുന്ന കമന്റേറ്റേഴ്സ് ഒന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പർ എനിക്ക് മറ്റേത് കളിക്കാരന്റെ ആക്ഷനേക്കാളും നല്ല ഭംഗിയുള്ള ആക്ഷൻ ഗോൾ കീപ്പറുടെ കിട്ടുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ പറക്കുന്ന ഗോളി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കുറെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമാത്ത മാത്രമേ ഉള്ളൂ, എന്റെ കളി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിൽസിൽ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ രീതിയിലായിരുന്നു ആഘോഷം. പ്രീമിയർ ടയേഴ്സിൽ ഒന്നിച്ചു കളിച്ചിരുന്ന CD ഫ്രാൻസിസും ഫെബ്രുവരി 29 ജനിച്ചവരുടെ കൂട്ടായ്മയായ ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന സംഘടനാ സ്ഥാപകൻ ഷാജി റാഫേലും മാത്രം അതിഥികൾ. പിന്നീട് മക്കൾക്കൊപ്പം ജന്മദിനം ആഘോഷിക്കാൻ യാത്ര തിരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ നടന്നു. ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിലീപ് മുടപ്പല്ലൂർ, സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ, മണ്ഡലം സെക്രട്ടറി PR ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. മുപ്പത്തിയാറാമത് G ശങ്കരപിള്ള അനുസ്മരണത്തിന്റെ ഭാഗമായി തൃശൂർ രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ ലീവ് മീ എലോൺ എന്ന നാടകാവതരണം തൃശൂരിൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ബ്ലാക്ക് ബോക്സ് തിയേറ്ററിലാണ് നാടകം അരങ്ങേറിയത്. വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ എ ഫാദർ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ലീവ് മീ എലോൺ എന്ന പേരിൽ തയ്യാറാക്കിയ രംഗാവതരണമാണ് അരങ്ങേറിയത്. രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേഷാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. കുട്ടികളടക്കം നിരവധി പേരാണ് നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലുമായി പ്രവർത്തിച്ചത്. ചന്ദ്രാപിനി മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള ജലസേചന വകുപ്പിന്റെ ശുദ്ധജല വിതരണമാണ് 32 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. തുടർന്നും വെള്ളം എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ബാങ്ക് പരിസരത്തെ തോടിന് കുറുകെ പോകുന്ന പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയത്. ഈ ഭാഗത്തെ പൊട്ടിയ പൈപ്പ് മാറ്റി ചോർച്ച അടച്ചതോടെയാണ് ചന്ദ്രാപിന്നി മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഷിനി സതീഷ് എന്നിവർ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചേറൂർ മാർ ഗീവർഗീസ് സഹദ പള്ളിക്ക് സമീപം കൽദായ സഭ അധ്യക്ഷൻ മാർ ഔഗൻ കുര്യാക്കോസിനെതിരെ പ്രതിഷേധം. പൗരസ്ത്യ സഭാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം സ്മിത ഡോൾഫി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബേബി P. ആന്റണി അധ്യക്ഷത വഹിച്ചു. അബി കാളത്തോട്ടുകാരൻ, CD ഈനാശു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. മാർ യോഹന്നാൻ തിരുമേനിയെ അകാരണമായി നിർബന്ധിത റിട്ടയർമെന്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. എന്നാൽ എന്തായിരുന്നു സംഭവിച്ചത്? നമുക്കറിയാം, നിർഭാഗ്യവശാൽ മാർ യോഹന്നാൻ തിരുമേനിക്ക് ചില അസുഖങ്ങൾ നേരിടേണ്ടി വന്നു. അതിനിടയ്ക്ക് കടുത്ത വേനലിൽ പോലും തെളിനീരിന്റെ നിറസമൃദ്ധിയുണ്ടായിരുന്ന ആളൂർ കദളിച്ചിറ നവീകരണമില്ലാതെ നാശത്തിന്റെ വക്കിൽ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ചിറ മാലിന്യവും ചണ്ടിയും പുല്ലും നിറഞ്ഞ് നശിക്കുകയാണ്. ആളൂർ പഞ്ചായത്തിന്റെ പകുതിയിലേറെ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ചിറയെ ആശ്രയിച്ചാണ്. ചിറയുടെ ഒരു ഭാഗത്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ചിട്ടുണ്ട്. ഉറുമ്പൻകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം കൊമ്പടിഞ്ഞാമക്കൽ, ആനത്തടം, എടത്താടൻ കവല, ഉറുമ്പൻകുന്ന്, ആളൂർ ജംഗ്ഷൻ തുടങ്ങിയ മേഖലയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ചാലക്കുടി നഗരസഭയുടെ ചില പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം എത്തുന്നുണ്ട്. ആനത്തടം പ്രദേശത്തേക്ക് ജലസേചനത്തിന് വെള്ളം എത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ചിറയുടെ മറ്റൊരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്.
സമീപത്തുകൂടി കടന്നുപോകുന്ന ചാലക്കുടി ഇറിഗേഷൻ വലത് കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. വർഷങ്ങളോളം ചണ്ടിയും പുല്ലും നിറഞ്ഞ് നാശത്തിന്റെ വക്കിൽ കിടന്നിരുന്ന കഥളി ചിറയിൽ ഏതാനും വർഷം മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ 15 ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ചിറ വീണ്ടും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ശോച്യാവസ്ഥയിലായിരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചിറയുടെ കരയിൽ സ്ഥാപിച്ച സിമന്റ് ബെഞ്ചുകൾ ഇടിഞ്ഞും കാടുമൂടിയും കിടക്കുകയാണ്. പൂർവികർ സമ്മാനിച്ച കദളി ചിറയിലെ ജലസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും ചിറയും പരിസരവും സൗന്ദര്യവൽക്കരിക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. കുന്നുകുളം പോർക്കുളം അഗതിയൂരിൽ കാണാതായ വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അഗതിയൂർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 60 വയസ്സുള്ള ജയനാണ് മരിച്ചത്. ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് വീടിനോട് ചേർന്ന പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം SI ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ 222 പോയിന്റ് നേടി കുട്ടിയം ശ്രീനാരായണ കോളേജ് ജേതാക്കളായി. 191 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ കോളേജ് 2ാം സ്ഥാനവും 164 പോയിന്റ് നേടി പാലക്കാട് പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KN സീമ ഉദ്ഘാടനം ചെയ്തു. ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർമാൻ സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. 4 ദിവസങ്ങളിലായി കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന കലോത്സവത്തിൽ 2500ഓളം കലാപ്രതിഭകളാണ് മാറ്റുരച്ചത്. അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ ഏഞ്ചൽ ഷാജുവിനെയും വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ S ആദിത്യനെയും കലാപ്രതിഭകളായും ആസിയ നൌഷാദിനെ കലാതിലകമായും തെരഞ്ഞെടുത്തു. അതേസമയം കലോത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാരതപ്പുഴയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പള്ളം കൊറ്റമ്പത്തൂർ ഏഴിക്കര ഇല്ലം 68 വയസ്സുള്ള ഷൺമുഖൻ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അവശനിലയിൽ കണ്ടെത്തിയത്. നന്ദിക്കര മാപ്രാണം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് ആശങ്ക. മുത്രത്തിക്കര കൊടുമ്പളവിൽ റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിരപ്പിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ റോഡ് ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ തെന്നിമറിയാൻ സാധ്യതയേറെയാണ്. വളവുള്ള ഭാഗത്ത് വാഹനങ്ങൾ വേഗതയിൽ വരുമ്പോൾ വഴിയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. എതിരെ വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ താഴ്ചയിലേക്ക് തെന്നി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്ന റോഡിന്റെ ഉയർച്ചയുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചേമനാടൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി കൈകാര്യം ചെയ്യുന്ന ഫണ്ടിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ അങ്ങേയറ്റത്തെ ഗുരുതരമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. സ്വന്തമായി രസീതി അടിച്ച് പണം പിരിക്കാൻ അനുവാദമില്ലാത്ത സമിതി അത്തരത്തിൽ ചെയ്തത് ഗുരുതരമായ അഴിമതിയാണ്. ക്ഷേത്ര ഉപദേശക സമിതി പിടിച്ചെടുത്ത CPM ഗുരുതരമായ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് KP ഹരിദാസ് ആരോപിച്ചു. വിഷയത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് KP ഹരിദാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ S രോഹിതിന് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻകാല ഖോഖോ ടീം അംഗങ്ങളുടെ ആദരം. മുൻ പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ ആദരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഖോഖോ ടീം മുൻ ക്യാപ്റ്റൻ KJ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു T കല്യാൺ, കായിക അധ്യാപകൻ M ജയന്തൻ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഹരിദാസ്, പരിശീലകൻ BS ആസിഫ് അലി, MN സന്ദീപ്, M ജാവിയോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. മധ്യകേരളത്തിലെ ഏറ്റവും പ്രമുഖ നേത്ര സംരക്ഷണ ശൃംഖലയായ ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പിന്റെ 6ാമത് കണ്ണാശുപത്രി തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ പൂങ്കുന്നം സെന്റ് ജോസഫ് ചർച്ചിന് എതിർവശത്തായി ആരംഭിച്ച ഫാത്തിമ കണ്ണാശുപത്രി തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, ഡിവിഷൻ കൗൺസിലർ AK സുരേഷ്, ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VE താജുദ്ദീൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഫിറോസ് ഖാൻ, ഡോക്ടർ ഡിംപിൾ റോസ് ജേക്കബ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലയന S കുറുപ്പ് എന്നിവർ സന്നിഹിതരായി. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഫാത്തിമ ഐ കെയറിൽ
വിദേശ നിർമ്മിത ഉപകരണങ്ങളോടെയുള്ള അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററും അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനത്തിൽ നിലവാരമുള്ള ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ലഭ്യമാക്കുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിക്കും കുട്ടികൾക്കുമായി പ്രത്യേക വിഭാഗവും സജ്ജമാണ്. വെറും 10 മിനിറ്റിൽ വേദനയില്ലാതെയുള്ള ഹൈടെക് തിമിര ശസ്ത്രക്രിയയും കോങ്കണ്ണ് ചികിത്സയും ക്ലിനിക്കിൽ നൽകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 1 വർഷ കാലാവധിയുള്ള പ്രിവിലേജ് കാർഡ് സൗജന്യമായി നൽകി. ചികിത്സയ്ക്കെത്തുന്നവരിൽ അർഹരായവർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂരിന് പുറമെ തൊടുപുഴ, പാല, പെരുമ്പാവൂർ, ആലുവ, കൊച്ചി എന്നിവിടങ്ങളിലും ഫാത്തിമ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487242268 8590922678. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. റോഡ് തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. കുഴിയിൽപ്പെട്ട് വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാകുന്നു. ശക്തമായ മഴയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. നഗരത്തിൽ അപകട ഭീഷണിയായി നിൽക്കുന്നത് നിരവധി മരങ്ങൾ. ചാവക്കാട് കടപ്പുറം മഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. കടലാക്രമണം തടയാൻ പുലിമുട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. മടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ഹാദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിന് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.